Hi students. Next നമുക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്ക് റീസെറ്റിൽമെൻറ്റ് ആൻഡ് റീഹാബിലേഷൻ ഓഫ് പീപ്പിൾ. അതായത് നമ്മൾ ആളുകൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ പോകുന്നതിനൊക്കെയാണ് നമ്മൾ റീസെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ റീഹാബിലേഷൻ എന്നൊക്കെ പറയുന്നത്. എനി മേജർ projects like dam, mines, expressways or the notification of a national park disturbs the lives of a people who live in that area and often requires relocating them to an alternative site. Uprooting people is a serious issue which reduces their ability to subsist on their traditional natural resource base and also create great physiological pressure. The reasons for displacement of people are often interconnected. Millions of people have had to leave their homes for one or several reasons. Some of these reasons are അതായത് നമ്മുടെ നേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് മൈൻസ്, എക്സ്പ്രസ് ഹൈവേസ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ നാഷണൽ പാർക്കുകൾ, ഡാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതായത് റിസോഴ്സുകൾക്ക് ഒക്കെ വേണ്ടിയിട്ട്, നാച്ചുറൽ റിസോഴ്സുകളിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അപ്പം നമുക്ക് എവിടെയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ എവിടെയാണ് ഡാം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഡാം ഉണ്ടാക്കണമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സ്ഥലത്തെ ആളുകളുടെ ജീവിതം അല്ലെങ്കിൽ അവർ ഇത്രയും നാളും ഉണ്ടാക്കിക്കൊണ്ട് വന്ന സകലതും അവർക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഗവൺമെൻറ് അതോറിറ്റീസ് ആണത് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അവർക്ക് പൈസ കൊടുക്കും. പക്ഷേ അങ്ങനെ കൊടുത്തിരുന്നു പറഞ്ഞാലും അവർക്ക് അവിടെ താമസിക്കാനായിട്ട് പറ്റില്ല. ഒന്നുകിൽ അവർക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരും. കിട്ടുന്ന പൈസ എത്രയാണോ അതനുസരിച്ച് അവർക്ക് പുതിയൊരു സ്ഥലത്തേക്ക് മാറേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അതായത് വേറൊരു സ്ഥലത്തേക്ക് അവർക്ക് റീലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അതായത് ഓരോ പീപ്പിളിൻ്റെയും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഓരോ ആളുകളും വേറൊരു സ്ഥലത്തേക്ക് മാറി മാറി താമസിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാകാം. അവരുടെ വീടുകൾ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതിന് പല റീസൺസ് ഉണ്ടാവാം. ആ റീസൺസാണ് പറയുന്നത്: development of dams, reservoir and irrigation facility, development of urban infrastructures like roads, flyovers, hotels, etc., development of industries like mining, power plants, oil exploration and extraction and pipelines, etc. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതിനും ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് ആളുകൾക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെയും കൊടുത്തിട്ടുണ്ട് അഗ്രികൾച്ചർ എക്സ്പാൻഷൻ to meet growing need for food, conversion of forest into national parks and forest reserves, natural disasters like drought, flood, earthquake, landslide, etc., conflict like nuclear war, civil war, etc. All these factors are the main reasons behind displacement of the people. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആളുകൾ മാറി താമസിക്കുന്നതിന് റീസൺസ് ആയിട്ട് വരുന്നതാണ്. The United Nations High Commission for Refugees predict that economic and environmental refugees will continue to make up a significant percentage of the total refugee population around the world. The World Bank estimates that every year since 1990, roughly 10 million people worldwide have been displaced by developmental projects. അതായത് ഓരോ കണക്കുകളാണ് പറയുന്നത്. ഇത്ര വർഷത്തിൽ ഇത്ര കണക്കുകൾ പ്രകാരം ഇത്രത്തോളം ആളുകൾക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വന്നു ഡ്യൂ ടു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. അത് പല ഡെവലപ്മെൻറ്റുകൾക്ക് വേണ്ടിയും പല പല പ്രോജക്റ്റുകൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതനുസരിച്ച് ആളുകൾക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വരും. The displaced people find it to had adapt a new way of life in a new place. In India, lakhs of people are displaced due to the indirect effect of green revolution, that is the construction of thousands of dams since independence. Dams have built in virtually at the cost of these poor local people, though the government has planned to resettle these displaced people and provide them adequate rehabilitation package, often at a maximum time to fulfill it. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ സിറ്റുവേഷനാണ് പറയുന്നത്. അതായത് ഡാമുകൾ നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഡാമുകൾ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഗവൺമെൻറ് തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകളെ പുതിയൊരു സ്ഥലത്തേക്ക് നമുക്ക് താമസിപ്പിക്കേണ്ടതുണ്ട്. നമുക്കല്ല, അത് ഗവൺമെൻറ് തന്നെ ചെയ്യും. പക്ഷേ അതിനൊരുപാട് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ താമസിപ്പിക്കും എന്നുള്ളത് ഷുവറാണ്. ബിക്കോസ് അവർക്ക് ആ സ്ഥലം വേണം ഡാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അന്നേരം അവരെന്ത് ചെയ്യും, മറ്റൊരു സ്ഥലത്തേക്ക് അവിടെയുള്ള ആളുകളെല്ലാം താമസിപ്പിക്കാനായിട്ട് നോക്കും. പക്ഷെ അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. ഡിസ്പ്ലേസ് പീപ്പിൾ
not always resettled and rehabilitated. Even compensation they get is often inadequate. But the story of a dam or river Tawa in Madhya Pradesh is one hope. Construction of this dam displaced over 4,000 Adivasis family in 44 villages. The Adivasis stayed at that place instead of going to other places of resettlement. Simultaneously, this group campaigned for the secure fishing rights in the reservoir created for a secure fishing right. The reservoir created by the dam. Adivasi learned everything related to fishing. They formed a Tawa Matsya Sangha with 1,200 members, and the state government gave them a 5-year lease in 1996. The TMS made profit and shared it with the members. Moreover, it is also able to pay royalty to the government. അതായത് ചില എന്താ പറയുന്നത്, ചില സമയത്ത് നമുക്കിങ്ങനെ ആളുകൾക്ക് റീസെറ്റിൽമെൻറ്റിനോ അല്ലെങ്കിൽ റീഹാബിലേഷനോ ഒക്കെ പോകേണ്ടി വരുമ്പോൾ അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് ചിലപ്പം കിട്ടിയെന്ന് വരില്ല. ചിലർക്ക് നമ്മൾ അവർ എക്സ്പെക്റ്റ് ചെയ്തതിൽ കൂടുതൽ കിട്ടാം. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള പണമോ എന്താണെങ്കിലും അവർക്ക് ലഭിച്ചെന്ന് വരത്തില്ല. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻ്റാണ് മധ്യപ്രദേശിലെ റിവർ തവയിലെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തു. അപ്പോൾ ആ ഡാം ഉണ്ടാക്കേണ്ടടുത്ത് ഒരു 40,000 ആദിവാസി ഫാമിലീസ് താമസിച്ചിരുന്നു. 44 വില്ലേജുകളിലായിട്ട് 40,000-ഓളം ആദിവാസി ഫാമിലീസ് താമസിച്ചിരുന്നു. പക്ഷേ അവർക്ക് എന്താ പറയുക, പുതിയൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കാനോ അല്ലെങ്കിൽ അവിടം ഉപേക്ഷിച്ച് പോകാനോ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പക്ഷേ അവർക്ക് ഡാം ഉണ്ടാക്കിയേ തീരത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഡാം കൺസ്ട്രക്ഷൻസ് പുരോഗമിച്ചു. പക്ഷേ അതിന് ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ഈ ആദിവാസി ആയിട്ടുള്ള ആളുകളൊക്കെ താമസിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു, ഫിഷിംഗ് എന്ന് പറയുന്ന പുതിയൊരു ടെക്നിക്ക് പഠിച്ചു. അതായത് ഡാമിൽ നിന്നും അവർ ഫിഷിംഗ് നടത്താനായിട്ട് തുടങ്ങി. അങ്ങനെ അതുവഴി അവർ കുറച്ചൊക്കെ ഏൺ ചെയ്യാനായിട്ടും തുടങ്ങി. മാത്രമല്ല ഫിഷിങ്ങിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ആ ആദിവാസി ആയിട്ടുള്ള ആളുകൾ അവിടെ നിന്നും പഠിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പുതിയൊരു ഓർഗനൈസേഷൻ രൂപീകരിച്ചു. തവ മത്സ്യ സംഘം എന്ന് പറയുന്ന TMS എന്ന് പറയുന്ന ഒരു ഇത്. അതിനകത്ത് 1,200-ഓളം ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഓരോ വർഷവും അപ്പം അങ്ങനെ അവരതിൽ നിന്നും പല കാര്യങ്ങളും പഠിച്ചു. പിന്നീട് അവർ ഗവൺമെൻറ്റിന്, കാരണം ഡാമെന്ന് പറയുന്നത് ഗവൺമെൻറ് പണി കഴിപ്പിച്ചിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് ഈ ആദിവാസി, പക്ഷേ ആദ്യമൊന്നും അവർക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ കാര്യമായ രീതിയിലൊന്നും ചെയ്തിരുന്നില്ല. അപ്പം ജസ്റ്റ് ഫിഷിങ് കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുന്നതൊക്കെ ഉള്ളായിരുന്നു. പിന്നീട് ഇവരെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ TMS എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനൊക്കെ ഫോം ചെയ്തത്. അതിനുശേഷം ഈ ഗവൺമെൻറ് ഓരോ 5 വർഷവും ഈ ഡാം എന്ത് ചെയ്യും, ഈ പറയുന്ന ഈ TMS സംഘത്തിന് ലീസിന് കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് മാക്സിമം ഫിഷിംഗ് ഒക്കെ നടത്തി ഫിഷിനെയൊക്കെ വിറ്റ് കാശാക്കി കുറച്ച് ഒരു എമൗണ്ട് ഗവൺമെൻറ്റിനും അവർ കൊടുക്കുമായിരുന്നു. ബിക്കോസ് ഗവൺമെൻറ് ആണല്ലോ അവർക്ക് ലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും പ്രയോജനങ്ങൾ നമുക്ക് ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ മധ്യപ്രദേശിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. So far in India, in last 50 years, 54 projects displaced 33 to 56 million people. The displaced people are face several problems related to resettlement, rehabilitation. Some of them are. പക്ഷേ ഇങ്ങനെ ഒരു നല്ല കാര്യം ഉണ്ടായി എങ്കിൽ പോലും ഒരുപാട് ആളുകൾക്ക് അവരുടെ വീടുകളും ഒക്കെ നഷ്ടപ്പെട്ട റീസെറ്റിൽമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഡെവലപ്പ് ആവുന്നതിൻ്റെ ഫലമായിട്ട്. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ റീസെറ്റിൽമെൻറ്റ് റീഹാബിലേഷനൊക്കെ പോകേണ്ടി വരുന്നവർക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. Basic infrastructure and basic needs are not provided in the new areas by the concerned authority. Very often temporary camps become permanent shelter. The compensation paid to the victims is often inadequate. Sometimes they don't get it all. In case of any displacement of tribal groups, they do not get any compensation since their land are not legalized. അതായത് അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവർക്ക് ഒന്നാമത്തെ പ്രശ്നമായിട്ട് അവർ പറയുന്നത്, ചില സമയത്ത് അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് പോലും ആ പുതിയൊരു ഏരിയയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ബേസിക് ആയിട്ടുള്ള നീഡ്സ് പോലും അവർക്ക് ചില സമയങ്ങളിൽ കിട്ടാണ്ട് വരുന്നു. ചിലതാണെങ്കിൽ ഇപ്പോൾ ടെമ്പററി ക്യാമ്പ് പോലൊക്കെ താമസിച്ച് പിന്നീട് അത് തന്നെ അവരുടെ പെർമനൻറ്റ് ഷെൽട്ടറായിട്ട് മാറുന്നു. അതായത് ഇപ്പം താൽക്കാലികമായി നിങ്ങൾക്കൊരു ക്യാമ്പിൽ താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് താമസിപ്പിക്കും. പിന്നീട്
അവിടെ തന്നെ അവർ സ്ഥിരമായിട്ട് താമസിക്കേണ്ടതായിട്ട് വരുന്നു. പിന്നെ എന്താ പറയുക, ചിലപ്പം അവർക്ക് കൊടുക്കുന്ന ഈ പറയുന്ന കോമ്പൻസേഷനൊന്നും തികയാണ്ട് വരുന്നു, ചിലപ്പോൾ ഒന്നും തന്നെ കിട്ടിയില്ലെന്നും വരുന്നു. അതുപോലെ തന്നെ ആദിവാസികളുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയൊരു ഏരിയ ഒന്നും നമ്മൾ ഗവൺമെൻറ് ഒന്നും കൊടുക്കത്തില്ല. കാരണം ആദിവാസികൾ താമസിക്കുന്ന കാട്ടിലാണ്. അത് അവർ ലീഗലായിട്ട് അവർക്ക് പ്രത്യേകിച്ച് അവിടെ ലാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരവിടെ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലീഗലി അവർക്ക് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അവരെവിടെയെങ്കിലും പോയി താമസിച്ചോട്ടെ എന്നുള്ളൊരു രീതിയിലായിരിക്കും അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പുതിയൊരു അല്ലെങ്കിൽ റീസെറ്റിൽമെൻറ്റിന് പോകുന്ന സമയത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. സംടൈംസ് ഏജൻറ്റ്സ് ആൻഡ് കറക്റ്റ് ഒഫീഷ്യൽസ് ഡിപ്രൈവ് ദ പുവർ ഓഫ് ദ ഫുൾ കോമ്പൻസേഷൻ. ചിലപ്പോൾ ആണെങ്കിൽ കോമ്പൻസേഷനകത്തു നിന്നും ഈ അതോറിറ്റീസ് തന്നെ കുറച്ച് എമൗണ്ട് എടുത്ത് അവരുടെ പക്കലങ്ങ് വെക്കും. Besides the physiological pressure on the displaced group, the above problems may a role of catalyst in the degrading problems. The tribal and rural communities are increasingly facing the wrath of land acquisition for the development projects as they occupy areas rich in natural resources. Recent examples include the use of violence of forceful acquire lands in Orissa and Maharashtra for bauxite mining by Sterilite industries and submergence of human settlement presently take place in Narmada Valley. അതായത് ചില സമയത്ത് നമ്മുടെ ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പല പ്രോജക്ട്സും പല പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതിപ്പോൾ റൂറൽ ആയിക്കോട്ടെ, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ, അവർക്കെല്ലാം തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഒറീസയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടക്കുന്ന പല ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സും. അതായത് മഹാരാഷ്ട്രയിലും ഒറീസയിലും നടന്നൊരു കാര്യമാണ് സ്റ്റെറിലൈറ്റ് ഇൻഡസ്ട്രി, ബോക്സൈറ്റ്. അതായത് ബോക്സൈറ്റ് എന്തിൻ്റെ ഓറ, അയണാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഓറിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ബോക്സൈറ്റ് ഇൻഡസ്ട്രി ഇത് കണ്ടുപിടിക്കുക, അവർക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് ഉണ്ട്. പക്ഷേ അവിടെ താമസിക്കുന്ന ആളുകൾ ചിലപ്പോൾ അത് സമ്മതിച്ചു എന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഫോർ മെനി ഇയേഴ്സ് ഗ്രൂപ്പ് സച്ചസ് ശ്രംജീവി സഹാതാന ഇൻ മഹാരാഷ്ട്ര ആൻഡ് വിസ്തബി മുക്തി മോർച്ച ജംഷഡ്പൂർ, the Indian Social Institute, New Delhi, and Samaj Parivartana Samudaya in Karnataka have strongly argued the drastic amendment of the Land Acquisition Act, which addressed the issue of effective and timely rehabilitation. This, however, remains a distant dream. അതായത് നമ്മുടെ ഒരു അതിനുശേഷം നമ്മുടെ ഒരു ലാൻഡ് അക്വിസിഷൻ ആക്ടിന് വേണ്ടിയിട്ടൊരു അമെൻമെൻറ്റ്, അതായത് ഒരു ഭേദഗതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തുകയുണ്ടായി. അപ്പോൾ അതിനെതിരെ അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിയായ രീതിയിൽ ആ അമെൻമെൻറ്റ് പ്രകാരം നമുക്കിങ്ങനെ റീസെറ്റിൽമെൻറ്റിനോ റീഹാബിലേഷനോ പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിന് വേണ്ട പ്രൊസീജിയേഴ്സ് കൊടുക്കുക എന്നുള്ളൊരു രീതി തന്നെയായിരുന്നു. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് പല ഓർഗനൈസേഷൻസും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോഴും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഡ്രീമായിട്ട്, നമ്മുടെ ഒരു ഡ്രീമായിട്ട് മാത്രം ആ ഒരു അമെൻമെൻറ്റ് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. പ്രോബ്ലംസ് റിലേറ്റഡ് ടു റീസെറ്റിൽമെൻറ്റ് ഓഫ് പീപ്പിൾ. അതായത് ആളുകൾ റീസെറ്റിൽമെൻറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇറ്റ് റെഡ്യൂസസ് ദ എബിലിറ്റി ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ട്രഡീഷണൽ നാച്ചുറൽ റിസോഴ്സ് ബേസ്, ക്രിയേറ്റ്സ് ഗ്രേറ്റ് ഫിസിയോളജിക്കൽ പ്രഷർ. അതായത് നമുക്ക് ഒരുപാട് പ്രഷേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മനസ്സിനൊരു സമാധാനമില്ലാണ്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഉള്ളിലൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ട്രഡീഷണലായിട്ട് നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്ന നാച്ചുറൽ റിസോഴ്സുകൾ ഉപയോഗിക്കാൻ പറ്റാണ്ട് ഒരവസ്ഥ വരിക. ഹാർഡ് ടു അഡാപ്റ്റ് എ ന്യൂ വേ ഓഫ് ലൈഫ് ഇൻ എ ന്യൂ പ്ലേസ്. നമുക്ക് പുതിയൊരു സ്ഥലത്ത് ചെന്നിട്ട് അതുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. കോൺഫ്ലിക്റ്റ് ഓവർ റിസോഴ്സസ് ഇൻ ദ സെറ്റിൽമെൻറ്റ് ഏരിയ ആസ് ബോത്ത് project affected people and existing people have to depend on the resources. Village will be broken up and families dispersed. Arrangement of drinking water, dispensaries, schools, villages, roads and drainage at the rehabilitation site are completed after a long time. Compensation for land and houses is inadequate. No compensation for loss of employment or disruption of livelihood. ഈ പറയുന്ന എല്ലാം നമ്മൾ ഓരോരോ പ്രശ്നങ്ങളാണ്. അതായത്
നമ്മുടെ ചിലപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ കുറേ സ്ഥലത്ത് വില്ലേജായിട്ട് താമസിച്ചുകൊണ്ടിരുന്നു, അതിൽ കുറച്ച് പേർക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം ഫാമിലീസ് വില്ലേജസ് എല്ലാം തന്നെ എന്താ പറയുക ബ്രോക്കൺ അപ്പ് ആകുക. അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ബേസിക് നീഡ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക, അതൊക്കെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളാണ്. നമുക്ക് നമ്മൾ ലാൻഡാണോ വീടാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതിന് നമുക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ഇൻഅഡിക്വേറ്റ് ആയിട്ട് വരിക, ജോലി നഷ്ടപ്പെടുക, നമ്മുടെ ജീവിതം തന്നെ അതുവഴി വഴിയാധാരമാകുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ റീസെറ്റിൽമെൻറ്റ് കാരണം നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കുറച്ച് മൂവ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എറൈസ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി വിടുക എന്നുള്ളൊരു രീതി മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഹിസ്റ്ററിയിലും ഒക്കെ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് മൂവ്മെൻറ്റുകളായിരിക്കും. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള ഒന്ന് ചിപ്കോ മൂവ്മെൻ്റ് ആണ്. പിന്നെ വന്നിട്ട് ചിപ്കോ മൂവ്മെൻ്റ് ഉണ്ട്, സൈലൻറ്റ് വാലി മൂവ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബിസ്നോയ്സ് ഓഫ് രാജസ്ഥാൻ മൂവ്മെൻറ്റ്. അങ്ങനെ 3 മൂവ്മെൻറ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഓൾറെഡി ചിലപ്പോൾ രാജസ്ഥാൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല. ഞാനാണെങ്കിൽ പോലും ഈ ചിപ്കോ മൂവ്മെൻറ്റും സൈലൻറ്റ് വാലി മൂവ്മെൻറ്റും ഒക്കെ നമ്മൾ എന്താ പറയുക ഹിസ്റ്ററിയിലും മറ്റുമൊക്കെ പഠിച്ച് കണ്ടത് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചിപ്കോ മൂവ്മെൻറ്റ്. വായിച്ച് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയാവുന്നല്ല വായിക്കുമ്പോൾ മനസ്സിലാകുമായിരിക്കുമല്ലോ. ഓക്കെ, ഫസ്റ്റ് ചിപ്കോ മൂവ്മെൻറ്റ്. Chipko movement started in 1970s was a non-violent movement aimed to protection and conservation of trees, forests from being destroyed. The name of Chipko movement originated from the word embrace, as the villagers used to hug the trees and protect them from the woodcutters from cutting them. Chipko movement was based on the Gandhian philosophy of peaceful resistance to achieve the goals. It was strongly upsetting against those people who were destroying the natural resources of the forest and disturbing the whole ecological balance. അതായത് ചിപ്കോ മൂവ്മെൻ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് 1970s ചിപ്കോ മൂവ്മെൻറ്റ് നടന്നിരുന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു മൂവ്മെൻറ്റ് നടന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ട്രീസിനെയും അതുപോലെ തന്നെ ഫോറസ്റ്റിനെയും ഒക്കെ സംരക്ഷിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയൊരു മൂവ്മെൻറ്റാണ് ഇത് ഗാന്ധിയൻ ഫിലോസഫിയായിട്ട് കംപ്ലീറ്റ്ലി ഇതാണ്. അത് നോൺ വയലൻസ് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇങ്ങനൊരു മൂവ്മെൻറ്റ് പോയിരുന്നത്. അവരുപയോഗിച്ച് വന്നിരുന്ന നാച്ചുറൽ റിസോഴ്സുകളെയൊക്കെ സംരക്ഷിക്കുക, അതൊക്കെയായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. വുഡ് കട്ടേഴ്സിൽ നിന്നും നമ്മുടെ മരങ്ങളെ രക്ഷിക്കുക, സംരക്ഷിക്കുക, അതൊക്കെയായിരുന്നു മെയിനായിട്ടും ഇതിൻ്റെ എയിംസ് എന്ന് പറയുന്നത്. It was first started in Chamoli district in the year 1973, and from there is spread to other parts of the country. There is one very famous story about the girl Amrita Devi who died while trying to save the trees grown in her village. The village was under the rule of local Maharaja who decided to build a palace for his family. അതായത് ആദ്യം ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് 1973 ചമോലി ഡിസ്ട്രിക്റ്റിലായിരുന്നു. പിന്നീട് അത് രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുകയായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമൃതാദേവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ ഒരുപാട് ഫേമസ് ആണെന്നാണ് പറയുന്നത്. അതായത് അമൃതാദേവി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അവരുടെ വില്ലേജിലെ ട്രീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പം ആ ഒരു വില്ലേജ് അവിടുത്തെ ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാരെ മഹാരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വില്ലേജായിരുന്നു അവരുടെ. അപ്പം അവിടുത്തെ രാജാവ് തീരുമാനിച്ചു അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊരു പാലസ്, ഒരു കൊട്ടാരം ഉണ്ടാക്കണം എന്ന് രാജാവ് തീരുമാനിക്കുന്നു. He ordered his servants to bring wood from the nearby village. When the woodcutters arrived at the village to cut the trees, Amrita and other women of the village jumped in front of the trees and hugged them. She said they will have to cut her first before the trees. The servants were helpless to follow the orders and cut the trees. Amrita Devi died on the spot. Before cutting her head to Maharaja's servants, Amrita enchanted, "It is still a small price to pay if a cost of my head the tree is saved." അതായത് അന്നേരം എന്ത് ചെയ്യുന്നു, രാജാവ് തീരുമാനിക്കുന്നു ഒരു കൊട്ടാരം വെക്കണമെന്ന്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സെർവൻസിനോട് പറയുന്നു മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ മരങ്ങൾ വെട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സെർവൻസ് പോയി കഴിയുമ്പോൾ അവിടെ അമൃതാദേവിയുടെ പോലെ തന്നെയുള്ള
മറ്റ് വുമൻസും കൂടെ എന്ത് ചെയ്യുന്നു, അവരുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് പറയുന്നു മരങ്ങളൊന്നും വെട്ടാൻ പാടില്ല, ഇൻ കേസ് നിങ്ങൾക്കത് വെട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഞങ്ങളെ കൊല്ലൂ, അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് മരങ്ങളെ വെട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം മരങ്ങളെ അത് ഹഗ് ചെയ്തുകൊണ്ട്, അതായത് മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷേ രാജാവ് പറഞ്ഞതുകൊണ്ട് സെർവൻസിന് അത് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ എന്താ പറയുന്നത്, വിഷമത്തോടു കൂടി അവർക്കത് ചെയ്യേണ്ടതായിട്ട് വന്നു. ബിക്കോസ് അവരെ എല്ലാവരെയും കൊന്നതിന് ശേഷം അവർക്ക് എന്താണേലും രാജാവിൻ്റെ ആജ്ഞ കേട്ടേ പറ്റത്തുള്ളൂ, മരങ്ങളെ വെട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമൃതാദേവിയും കൂട്ടരെയും ഈ സെർവൻസ് കൊന്നതിന് ശേഷം അവർ മരങ്ങൾ വെട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അന്നേരവും അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഒരു മരത്തെയെങ്കിലും സംരക്ഷിക്കാൻ പറ്റിയതിന് എന്താ പറയുക, ഒരു സ്മോൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അത് എന്താ പറയുക, ഒരു മരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു ചെറിയൊരു ഒരു പേ നമ്മൾ എന്തെങ്കിലും അടയ്ക്കുക, അതിന് ഞാൻ എൻ്റെ ജീവിതം തന്നെയാണ് കൊടുത്തതെന്നാണ് അവൾ പറഞ്ഞതിന് ശേഷമാണ് അവൾ മരിച്ചത്, അമൃതാദേവി. The incident inspired the several other rural women who in 1970s launched such similar movements in different parts of India. The incident inspired the several other rural women who in 1970s launched same sentence തന്നെയാണ്. It is really surprising that women of that age were better aware about the significance of forest. The rural women in India actively participated in the movement who knows about deforestation and its further consequences. Some of the key women leaders who fought for the protection of forests, whom they called it their maternal mother, were Dharuna Devi, Sudesha Devi, Bachni Devi, Dev Suman, Miraben, സരളാബെൻ ആൻഡ് അമൃതാദേവി. അതായത് ഈ അമൃതാദേവിയുടെ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ, ഇങ്ങനെ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ഒരുപാട് വുമൻസ് ഇതിൽ ഇൻസ്പയർ ആയിട്ട് അവരതിനെപ്പറ്റി ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും പിന്നീട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇതിനെതിരെ അവർ പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ പല പ്രതികരണങ്ങളും കൊണ്ടുവന്ന കുറച്ച് വുമൻസിൻ്റെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഇന്ത്യയുടെ പല ഭാഗങ്ങളും. കാരണം അവരതിനെപ്പറ്റി മനസ്സിലാക്കി, ഇങ്ങനെ മരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി ഓരോ സ്ത്രീകളും മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരിതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷനായിരുന്നു ഈ അമൃതാദേവിയുടെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ മറ്റ് സ്ത്രീകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ധാരുണാദേവി, സുദേശാദേവി, ബച്നി ദേവി, ദേവ് സുമൻ, മീരാബെൻ, സർലാബെൻ എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഇനി അടുത്ത് ദ ചിപ്കോ മൂവ്മെൻറ്റ് gain momentum under Sundarlal Bahuguna, an eco activist who spent his whole life preserving and educating the villagers to protest against the destruction of forests and Himalayan mountains by the government. It has he who made the appeal to Prime Minister of India, Ms. Indira Gandhi, to ban the cutting trees. He shouted the slogan, "Ecology is the permanent economy." Another main leader of the movement was Mr. Chandi Prasad Bhatt, who advocated the development of small-scale local industries which were based on the sustainable use of the forest resources for the local benefits. There are many slogans that originated during that period. അതായത് അതിനുശേഷം ചിപ്കോ മൂവ്മെൻറ്റിലേക്ക് വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ലീഡറായിരുന്നു സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഈ ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ മരങ്ങൾ വെട്ടുന്നതിനെതിരെ വില്ലേജിൽ താമസിക്കുന്ന ആളുകൾക്ക് ശരിയായിട്ടുള്ളൊരു ബോധവൽക്കരണം കൊടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അതായത് ഇങ്ങനെ മരങ്ങൾ വെട്ടി നശിപ്പിച്ചാൽ എന്തൊക്കെ കോൺസിക്വൻസ് ആണ് ഉണ്ടാവേണ്ടത്, നമ്മൾ ഏത് രീതിയിൽ അതിനെ പ്രതികരിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വില്ലേജേഴ്സിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. അതിനുശേഷം അദ്ദേഹം അന്നത്തെ എന്താ പറയുന്നത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് ട്രീസ് കട്ട് ചെയ്യുന്നത് ബാൻ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഒരുപാട് സ്ലോഗൻസും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് അറൈസ് ചെയ്ത് വന്നിരുന്നു. കാരണം ഇങ്ങനെ മരങ്ങൾ നിർത്തണം അല്ലെങ്കിൽ മരങ്ങൾ കട്ട് ചെയ്യുന്നത് നിർത്തണം എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ പോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലീഡറായിരുന്നു ചാണ്ടി പ്രസാദ് ഭട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. അതായത് മരത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന പല പല കാര്യങ്ങൾ ഉപയോഗിച്ച് മരങ്ങൾ വെട്ടി നശിപ്പിക്കുക എന്നുള്ള രീതിയല്ല, അല്ലാതെ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പല പല കാര്യങ്ങൾ ഉപയോഗിച്ച് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസായങ്ങളൊക്കെ തുടങ്ങുന്ന അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. One of the major achievements of Chipko movement was ban on cutting the trees for the 15 One of the major achievements of the Chipko movement was the ban on cutting the trees for the 15 years in the forest of
Uttar Pradesh in 1970. Later on, the ban was imposed on Himachal Pradesh, Karnataka, Rajasthan, Bihar, Western Ghats and Vindhyas. All these was done in order of Indian Prime Minister after a strong protest of the activities throughout the country. അതിനുശേഷം ഇതിനകത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 15 വർഷത്തോളം അവർ ഇതിനെതിരെ പോരാടി. അതിനുശേഷം ആദ്യമായിട്ട് ഈ ട്രീ കട്ടിംഗ് ബാൻ ചെയ്ത പ്രദേശമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് 1980. അതിനുശേഷം ഹിമാചൽ പ്രദേശ്, കർണാടക, രാജസ്ഥാൻ, ബീഹാർ, വെസ്റ്റേൺ ഗട്ട്സ്, വിന്ധ്യാസ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ട്രീ കട്ടിംഗ് ഓഫ് ട്രീസ് ബാൻ ചെയ്തതായിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ബാൻ ചെയ്തതാണ്. ഈ ഏരിയയിലെല്ലാം തന്നെ ബാൻ ചെയ്തുവെങ്കിലും അത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് ബാൻ ചെയ്തതും. ഒരു വലിയൊരു ത്രൂ ഔട്ട് ദ കൺട്രിയിലെ വലിയൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഫലമായിട്ടുമാണ് ഇങ്ങനെയൊരു ബാൻ ചെയ്യലും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് വന്നത്. ഓക്കെ, ഇനിയും അപ്പോൾ അങ്ങനെയാണ് ചിപ്കോ മൂവ്മെൻറ്റ് പോയിരുന്നത്. ഇനിയും അടുത്ത മൂവ്മെൻറ്റാണ് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ് എന്ന് പറയും. സേവ് സൈലൻറ്റ് വാലി വാസ് എ social movement aimed to the protection of Silent Valley, an evergreen tropical forest in Palakkad district of Kerala, India. It was started in 1973 by an NGO led by school teachers and Kerala Shastra Sahitya Parishad to save the Silent Valley from being flooded by a hydroelectric project. The valley was declared as Silent Valley National Park in 1985. It was started by Dilip K. Rivas. അതായത് ഈ സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിൽ തന്നെയാണ് 1973 ഇങ്ങനൊരു മൂവ്മെൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെയാണ് നമ്മൾ ടിപ്പിക്കലി സൈലൻറ്റ് വാലി എന്ന് പറയാറുള്ളത്. അപ്പോൾ സൈലൻറ്റ് വാലിനെ സംരക്ഷിക്കണം എന്ന ആവശ്യത്തോടു കൂടി നടത്തിയിരുന്നൊരു മൂവ്മെൻ്റ് ആയിരുന്നു സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ NGO നടത്തുന്ന സ്കൂളുകളും അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും കൂടിയിട്ടാണ് ഇങ്ങനൊരു മൂവ്മെൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഈ ഒരു ഏരിയനെ നമ്മൾ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് എന്ന് 1985 ഡിക്ലെയർ ചെയ്ത്. പിന്നെന്താ, ആഫ്റ്റർ ദ announcement of imminent dam construction in the valley became the focal point of Save Silent Valley movement, India's fiercest environmental debate of the decade. Because of the concern of the endangered endangered lion-tailed macaque, the issue was brought to public attention. Ramlus Whittaker, founder of Madras Snake Park and Madras Crocodile Bank, was probably the first person to draw public attention to the small and remote area. In 1977, the Kerala Forest Research Institute carried out an ecological impact study of the Silent Valley area and proposed that area be declared to Biosphere Reserve. അപ്പം ഈ സൈലൻറ്റ് വാലി ഏരിയയിൽ ഒരു ഡാം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു. പക്ഷേ ആ സൈലൻറ്റ് വാലി ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സ്പീഷ്യസാണ് സിംഹവാലൻ കുരങ്ങെന്ന് പറയുന്ന ഒരു സ്പീഷ്യസ്. അപ്പം അതിൻ്റെ ജീവിതത്തിന് സൈലൻറ്റ് വാലി ഏരിയയിലാണ് അത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പം അവിടെ ഒരു ഡാം കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സൈലൻറ്റ് വാലി ഇല്ലാണ്ടാവും. ബിക്കോസ് അതൊരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ്. ഒരുപാട് റെയർ സ്പീഷ്യസ് ഓഫ് മൃഗങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പം ഇതിനെതിരെ പോരാടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അനുവദിച്ചു കൊടുക്കാൻ വയ്യ എന്നുള്ള രീതിയായിട്ട് നമ്മൾ ഈ ഒരു സ്പീഷ്യസിന് ഒരു ത്രെറ്റും കൂടെ ആകും എന്ന രീതി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു മൂവ്മെൻറ്റൊക്കെ എറൈസ് ചെയ്ത് വന്നത്. അതിനുശേഷം റാമുലസ് വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് മദ്രാസ് സ്നേക്ക് പാർക്ക്, മദ്രാസ് ക്രോക്കഡൈൽ ബാങ്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു റിമോട്ട് ഏരിയ മറ്റുള്ളവരുടെ അറ്റൻഷനിൽ വരുത്തിയത്. അതായത് ഇങ്ങനൊരു ഏരിയ ഉണ്ട്, അവിടെ ഇന്നതൊക്കെ സ്പീഷ്യസ് ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ഡാം കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നശിച്ചു പോകും. അങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പെടുത്തിയത് ഇദ്ദേഹമാണ്. പിന്നീട് അതിനുശേഷം 1977 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൻ്റെ പേരിലൊരു
ഇക്കോളജിക്കൽ സർവേയും കാര്യങ്ങളൊക്കെ നടത്തി പറയുന്നതൊക്കെ ശരിയാണോ ഒക്കെ ഉള്ളതാണോ അങ്ങനെയുള്ള ഇക്കോളജിക്കൽ സർവേയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവർ തന്നെ തീരുമാനിച്ച് ഇതിനൊരു ബയോസ്ഫിയർ റിസർവ് ആയിട്ട് നമുക്ക് ചെയ്യണം. അല്ലാണ്ട് വെറുതെ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഇടിച്ച് നിരത്തി ഒരു ഡാം പണിയാനുള്ളതൊന്നുമല്ല. ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. ഒരുപാട് റെയർ സ്പീഷീസുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ബയോസ്ഫിയർ റിസർവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. In 1978, Indira Gandhi, Prime Minister of India, approved the project with the condition that the state government enact legislation ensuring the necessary safeguards. Also that year, the IUCN, International Union of Conservation of Nature, passed a revolutionary recommending protection of liontail macaque in Silent Valley and Calicut, and the controversy heated up. In 1979, the government of Kerala passed legislation regarding the Silent Valley Protection Area and issued a notification declaring the exclusion of the hydroelectric project area from the proposed national park. 10 months later, on 7th September 1985, the Silent Valley National Park was formally inaugurated and memorial at Sairandri to Indira Gandhi was unveiled by Rajiv Gandhi, the new Prime Minister of India. On 1 September 1986, Silent Valley National Park was designated as the core area of Nilagiri Biosphere Reserve. അതിനുശേഷം നമുക്ക് ഇന്ദിരാഗാന്ധി അതായത് ഇങ്ങനെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇങ്ങനെ സർവേ ഒക്കെ നടത്തി അവരുടെ റിസൾട്ടൊക്കെ പറഞ്ഞത് പ്രകാരം അന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തു, ഇതിനൊരു ബയോസ്ഫിയർ റിസർവ് ആക്കാം എന്നുള്ള രീതിയിൽ തന്നെ നിന്നു. പക്ഷേ അതൊരു ഓതറൈസേഷനും കാര്യങ്ങളും ഒക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ നോക്കണം എന്നൊക്കെ വന്നു. പിന്നീട് ഇങ്ങനെ ഈ ലയൺ ടെയിൽ മസാക്കിസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഓർഗനൈസേഷനൊക്കെ വന്നു. അതിനെയും സംരക്ഷിക്കാം എന്നുള്ളൊരു രീതിയിൽ തന്നെ ഇതിനെ പോയി. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പിന്നീട് മുന്നോട്ട് വന്നു. പിന്നീട് കേരള ഗവൺമെൻറ് തന്നെ ഒരു എന്താ പറയുക സൈലൻറ്റ് വാലി പ്രൊട്ടക്ഷൻ ഏരിയ ആക്റ്റൊക്കെ പാസ്സാക്കി. അതുപോലെ തന്നെ അവിടെ നിന്നും ഡാം കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു പദ്ധതി ആ സൈലൻറ്റ് വാലിയിൽ നിന്നും അല്ലെങ്കിൽ അവിടെ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ളൊരു പദ്ധതി സ്റ്റേറ്റ് ഗവൺമെൻറ് ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ 1985 അങ്ങനെ 10 മാസത്തിന് ശേഷം 1985 സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഒഫീഷ്യലി നമ്മൾ ഇനാഗുറേറ്റ് ചെയ്തു സെപ്റ്റംബർ 7. അതിനുശേഷം നമ്മളതിനെ രാജീവ് ഗാന്ധി, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്. പിന്നീട് 1986 സെപ്റ്റംബർ 1 ആയപ്പോഴേക്കും ഈ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് നമ്മുടെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഒരു മെയിനായിട്ട് മാറുകയും ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. Since then, a long-term conservation effort has been undertaken to preserve Silent Valley ecosystem. അങ്ങനെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് നമ്മുടെ സൈലൻറ്റ് വാലി എക്കോസിസ്റ്റത്തിൻ്റെ നല്ലൊരു കൺസർവേഷൻ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത്. In 2001, a new hydro project was proposed and Man-Yes Monkey Depot was revived. The proposed site of the dam is just 3.5 km downstream of the old dam site at Sairandri, 500 meter outside the national park boundary. The 82 km square catchment of project area included 17 km square of the Silent Valley National Park. അതിനുശേഷം നമ്മുടെ ഈ സൈരന്ദ്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സൈലൻറ്റ് വാലി തന്നെയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഒരു ഓർമ്മയ്ക്ക് അവരാണല്ലോ നമുക്ക് ലോ ഒക്കെ പാസ് ചെയ്ത്, അപ്പോൾ അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ സൈരന്ദ്രി എന്നുള്ള രീതിയിൽ വിളിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് 2001 ആയപ്പോഴേക്കും പുതിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വന്നു. ഈ നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇതിൻ്റെ കൺസർവേഷനും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ 2001 ആയപ്പോൾ വീണ്ടും വന്നു. നമ്മുടെ ഓൾഡ് ഡാം സൈറ്റ് ഏതാണോ അതിൽ നിന്നും ജസ്റ്റ് 3.5 കിലോമീറ്റർ താഴത്തേക്ക് മാറി പുതിയൊരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാം, അതുമായി റിലേറ്റ് ചെയ്തൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നമുക്ക് ഉണ്ടാക്കാം, അങ്ങനെയുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ അതിൻ്റെ തീരുമാനമൊന്നും ഇതുവരെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ അതും വന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബിഷ്ണോയ്സ് ഓഫ് രാജസ്ഥാൻ മൂവ്മെൻ്റ് ആണ്. അതും ഈ സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ് പോലെയും അല്ലെങ്കിൽ മറ്റേ ചിക്കോ മൂവ്മെൻറ്റ് പോലെയും തന്നെ എൻവയോൺമെൻറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത് എറൈസ് ചെയ്ത് വന്നൊരു മൂവ്മെൻറ്റാണ് ബിഷ്ണോയ്സ് ഓഫ് രാജസ്ഥാൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് വലിയ കേട്ടുകേൾവി ഇല്ലായിരിക്കും, ബട്ട് നമുക്ക് ഇവിടെ അത് പഠിക്കാനായിട്ടുണ്ട്.
Bishnoi, also known as Vishnoi, a Hindu religious section found in the western Thar Desert and northern states of India. They follow a set of 29 principles or commandments given by Guru Jameshwar. അതായത് ബിഷ്ണോയി എന്ന് പറയുന്ന അല്ലെങ്കിൽ വിഷ്ണോയി എന്ന് വേണമെങ്കിൽ പറയാം. വെസ്റ്റേൺ താർ ഡെസേർട്ടിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ്റെ നോർത്ത് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റേൺ താർ ഡെസേർട്ടിൽ താമസിക്കുന്ന ഒരു കൂട്ടം ഹിന്ദു വിഭാഗക്കാരെ വിളിക്കുന്ന പേരാണ് ബിഷ്ണോയി അല്ലെങ്കിൽ വിഷ്ണോയി എന്ന് വേണമെങ്കിലും പറയാം. അവർക്ക് പ്രത്യേകമായിട്ട് ഒരു 29 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ 29 കമാൻഡ്സ് ഉണ്ട്. അത് കൊടുത്തത് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുന്ന ഒരു മുഖ്യൻ എന്ന് പറയുന്ന ഒരാൾ ഗുരു ജാമേശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ജാമേശ്വർ അനൗൺസ് എ സെറ്റ് ഓഫ് 29 ടെനൻസ്, 29 കൽപ്പനകൾ കൊടുത്ത ആളാണ് ജാമേശ്വർ എന്ന് പറയുന്നത്. ദീസ് വെർ കണ്ടെയ്ൻഡ് ഇൻ എ ഡോക്യുമെൻറ്റ് കോൾഡ് സബദ്വാനി, റിട്ടൺ ഇൻ എ നാഗ്രി സ്ക്രിപ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 120 ശബദാസ്. അതായത് ഇതിനകത്ത് ഈ 29 സെറ്റ് ഓഫ് കൽപ്പനകൾ എഴുതി വച്ചിരിക്കുന്ന ആ ഒരു ബുക്കിനെ അവർ വിളിച്ചിരുന്ന പേരാണ് ശാബദ്വാനി. അതിനകത്ത് ഒരു ശാബദ്വാനി എഴുതിയിരിക്കുന്നത് നാഗ്രി സ്ക്രിപ്റ്റിലാണ്. അതിനകത്ത് 120 ശബദാസ് ഉണ്ട്, 120 ശബദം ഉണ്ട്. വൺ ഓഫ് ഹിസ് 29 tenets, 10 are directed towards personal hygiene and maintaining good basic health, 7 for healthy social behavior and 4 tenets to worship of God. അതായത് 29 കൽപ്പനകളുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിനകത്ത് 10 എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഹൈജീനും അല്ലെങ്കിൽ ബേസിക് നമ്മുടെ ബേസിക് ഹെൽത്തിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പേഴ്സണൽ ഹൈജീൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് 10 പറയുന്നത്. പിന്നീട് വരുന്ന 7 സോഷ്യൽ ബിഹേവിയർ, അതായത് സോഷ്യലി നമുക്ക് എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് ബിഹേവ് ചെയ്യാം, എങ്ങനെ നല്ല ബിഹേവിയർ ഉണ്ടാക്കാം, അങ്ങനെ 7 വരുന്നു. പിന്നീടുള്ള 4 വർഷിപ്പ് ഓഫ് ഗോഡ്, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്നതുമായി റിലേറ്റ് ചെയ്താണ് അടുത്ത 4 വന്നിരുന്നത്. 8 tenets have been prescribed to preserve biodiversity. അതിൽ 8 നമ്മുടെ ബയോഡൈവേഴ്സിറ്റിനെ റിലേറ്റ് ചെയ്ത് വന്നിരുന്നു. Although most adherents are unaware of that, all such things are global warming such as concept and encourage good animal husbandry. അതായത് അതിൽ തന്നെ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ ഗുഡ് ആനിമൽ ഹസ്ബൻഡറി, എങ്ങനെ ആനിമൽസിനെ നമുക്ക് ശരിയായ രീതിയിൽ പരിപാലിക്കാം, അതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ദീസ് ഇൻക്ലൂഡ് എ ബാൻ ഓൺ കില്ലിംഗ് ആനിമൽസ് ആൻഡ് ഫില്ലിംഗ് ഗ്രീൻ ട്രീസ് ആൻഡ് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ടു ഓൾ ലൈഫ് ഫോംസ്. ഇതിനകത്ത് നമ്മൾ ആനിമൽസിനെ കില്ല് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതുപോലെ ഗ്രീൻ ട്രീസിനെ നശിപ്പിക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. The community is also directed to see the firewood they use is devoid to small insects. Wearing blue clothes is prohibited because the dye for coloring them is obtained by cutting a large quantities of shrubs. അപ്പോൾ ആ മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ബ്ലൂ കളർ ഡ്രസ്സ് ഉപയോഗിച്ചിരുന്നില്ല. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് ബ്ലൂ കളറ് എന്ന് പറയുന്നത് ബ്ലൂ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് ധാരാളം ചെടികളെ നശിപ്പിച്ച് അതിൽ നിന്നുമാണ് അവർ ബ്ലൂ കളർ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രം അതുകൊണ്ട് പൊതുവെ അവർ ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ അവർക്ക് നിഷേധിച്ചിരിക്കുന്ന കാര്യമാണ് ബ്ലൂ കളറിലുള്ള ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത്. Guru Jameshwar preached for next 51 years, traveling across India. There are essential 1 lakh followers for Vishnoi sect residing in large number in states of Rajasthan, Haryana, Punjab and Madhya Pradesh. A significant population of this sect also lives in some villages of UP and Uttarakhand. അതായത് ഈ ജാമേശ്വർ അടുത്ത 51 വർഷത്തെ കാര്യങ്ങൾ പോലും ജാമേശ്വർ എന്ന് പറയുന്ന ഗുരു പ്രഡിക്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു മതത്തിൽ വിശ്വസിച്ചിരുന്ന ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ഇതിൽ വിശ്വസിച്ചിരുന്നു. 10 ലക്ഷമാണ്, 1 ലക്ഷമല്ല 10 ലക്ഷമാണ് കേട്ടോ. 10 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു മതത്തിൽ വിശ്വസിച്ചിരുന്നു. ഈ മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് ആൻഡ് മധ്യപ്രദേശ്, അവിടെ 4 സംസ്ഥാനങ്ങളിലായിട്ട് താമസിച്ചിരുന്നവരാണ് കൂടുതലും ഈ ഒരു സെക്ഷനിൽ വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ UP യിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും സ്മോൾ വില്ലേജുകളിൽ താമസിച്ചിരുന്ന ആളുകളും ഈ ഒരു മതത്തിൽ വിശ്വസിച്ചതായിട്ട് നമുക്ക് സ്റ്റഡീസ്
ഉണ്ട്. അപ്പോൾ ഇതാണ് ബിഷ്ണോയ്സ് ഓഫ് രാജസ്ഥാൻ മൂവ്മെൻറ്റ്. അതായത് ഈ പറയുന്ന ഇതിനകത്ത് അവർ എൻവയോൺമെൻറ്റുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഗുരു ജാമേശ്വർ അവർക്ക് ഒരു കൽപ്പനകൾ കൊടുത്തിരുന്നു. അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 8 കൽപ്പനകൾ നമ്മുടെ എൻവയോൺമെൻറ്റിനെ എങ്ങനെ സംരക്ഷിക്കാം അതുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ മെയിനായിട്ടും പറയേണ്ടത് ഇതാണ്. അവർ ബ്ലൂ കളറിലെ ഡ്രസ്സുകൾ ഉപയോഗിച്ചിരുന്നില്ല. എന്തുകൊണ്ട് ബ്ലൂ കളറിലെ ഡ്രസ്സുകൾ ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാൽ അവരുടെ ആചാരപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഗുരു പറഞ്ഞത് പ്രകാരം അവർ ഈ ബ്ലൂ എന്ന് പറയുന്ന കളറ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ധാരാളം ഷർബ്, അതായത് ചെറിയ ചെറിയ കുറ്റിച്ചെടികളെ നശിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുമാണ് അവർ ഈ ബ്ലൂ കളറ് ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ആ ഒരു കളർ, അപ്പോൾ എൻവയോൺമെൻറ്റിനെ എങ്ങനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു വിഷ്ണോയി വർഗ്ഗക്കാർ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റുമായിട്ട് ഇതെങ്ങനെ റിലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, അതായത് 3rd മൊഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ തന്നെ അത്യാവശ്യം ലെങ്തി പേപ്പറാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും സിലബസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഈ ഒരു പേപ്പർ തന്നെ കുറച്ച് അത്യാവശ്യം നല്ല ലെങ്തിയാണ്. അതിൽ നിന്നും ഈ ഒരു മൊഡ്യൂൾ, അതായത് 3rd മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. കാണാൻ മനസ്സിലാവും. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്താണ്, സിറ്റുവേഷണൽ പോവർട്ടി, മാൽത്തൂസിയൻ കാറ്റസ്ട്രോഫ് എന്താണ്, അങ്ങനെ പല പാർട്ട് എയിൽ 2 മാർക്സിന് ചോദിക്കാൻ പറ്റുന്നത്, പാർട്ട് ബിയിൽ ചോദിക്കാൻ പറ്റുന്നത്, പാർട്ട് ബി 2 മാർക്സിന് ചോദിക്കാൻ പറ്റുന്നത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന എല്ലാ പോർഷൻസും അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ PDF കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സെൻഡ് ചെയ്തതായിരിക്കും. വേണ്ടവർ അതും കൂടെ റെഫർ ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയോ പഠിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ PDF വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം നെക്സ്റ്റ് ലെക്ചർ മുതൽ നമ്മൾ നെക്സ്റ്റ് യൂണിറ്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആയിരിക്കും അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ല ഒരു സ്പീഡിൽ തന്നെയാണ് ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. കാരണം കാണാതെ പഠിക്കാനായിട്ട് ഇതിനകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ മാത്രം കാണാതെ പഠിച്ചാൽ മതി. ബാക്കി എല്ലാ കൺസെപ്റ്റുകളും മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. ഓൺ വേർഡ്സിൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതുകയും ചെയ്യാനും പറ്റും. അപ്പോൾ അത്രത്തോളം ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്. ഞാൻ നോക്കിയിട്ട് ഇത് അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. പിന്നെ കാണാതെ പഠിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ടേമുകളും കാര്യങ്ങളും അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു രീതിയിൽ പഠിക്കുക. ബാക്കിയെല്ലാം മനസ്സിലാക്കി വെച്ച് തന്നെ പോകാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം വായിച്ച് നോക്കുക. അതിനുശേഷം ഏതെങ്കിലും പോർഷൻസ് ഡൗട്ടോ ഒന്നും കൂടെ പറഞ്ഞു തരാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എൻ്റെ അടുത്ത് പറയുക. ഞാനത് റിപ്പീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡൗട്ടായിട്ട് പോർഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഡൗട്ടുകളും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ലെക്ചർ തൊട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലെക്ചർ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സ്റ്റുഡൻസ്.